നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വ്യക്തിയും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും എങ്ങനെയാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, അതാണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് റീഡിംഗ് തുടങ്ങാം. ഈ സൈഡിൽ ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് വെക്കാൻ പോകുന്നത്, ഈ സൈഡിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഡീറ്റെയിൽസ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഭഗവാനേ, ഓക്കെ. അപ്പോ നമുക്കിവിടെ കുറച്ച് കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ വരാൻ വേണ്ടിയിട്ടാണ്, ഒരു ചിട്ട വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കർമ്മ, ഈ എന്താ പറയാ, ഓരോ ഗ്രഹനില നോക്കുമ്പോൾ ഓരോ ദോഷം പറയും. ശനി ദോഷം, കേതു ദോഷം, അങ്ങനെ രാഹുദോഷം, അതൊക്കെ എന്തൊക്കെ ദോഷം സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ശനിയാണ് മെയിൻ ആയിട്ട് കേൾക്കാറ്. ശനി ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിട്ട, ഡിസിപ്ലിന്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്താലേ നമുക്ക് ശനിയിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ശനി ഭഗവാനും കേതു രാഹു വളരെ ലോ ആയിട്ടുള്ള ജോലികൾ, ഇപ്പൊ നമ്മളുടെ ബാത്റൂം കഴുകുക, മനസ്സിലായി, കമോഡൊക്കെ കഴുകുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ മാറി കിട്ടുമെന്ന്. കാരണം അത് വളരെ ലോ ആയിട്ടുള്ള ജോലികളാണ്. എന്ന് വെച്ചാല് അത് സാധാരണക്കാര് ചെയ്യാൻ മടിക്കുന്നതെന്നാണ് ബേസിക്. ഏത് ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട്. നമ്മളെ നേരായ ജോലി ചെയ്ത് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഏത് ജോലി എന്നുള്ളതല്ല, പക്ഷേ മെജോറിറ്റി 90% ആൾക്കാർക്കും സ്വന്തം വീട്ടിലെ ബാത്റൂം പോലും കഴുകാൻ മടിയുള്ളവരുണ്ട്. അത് ജോലിക്കാരെ വെച്ച് ചെയ്യുന്നവരാണ്. അപ്പൊ സ്വന്തം വീട്ടിലെ ആണെങ്കിലും ബാത്റൂം കഴുകുക എന്നത് വലിയൊരു എന്താ പറയാ കാര്യമാണ്, മനസ്സിലായി. അപ്പൊ അത് ചെയ്താല് ചിലപ്പോ കേതു രാഹു ശനി ഈ ഗ്രഹങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറെ മാറിക്കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത്, മനസ്സിലായോ. അപ്പോ എന്തെങ്കിലും ജോലി നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക, അതൊക്കെ ഒരു ഡിസിപ്ലിൻ ആണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറെ കാര്യങ്ങൾ മാറിക്കിട്ടും. അതിലോ ഈ യോഗ അത് തന്നെയാണ് പറയുന്നത്, ഒരു ചിട്ട വരുത്തുക ജീവിതത്തിന്. കൃത്യസമയത്ത് എഴുന്നേൽക്കുക, ഓരോന്നിനും ഓരോ സമയം വെച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഗ്രഹങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. അപ്പോ ഒന്നാമത്തത് ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് ഇമോഷണൽ കൺട്രോൾ വേണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് കരച്ചിൽ വരിക, കാര്യങ്ങളെ വെറുതെ ഇമോഷണൽ ആയിട്ട് കാണുക, എല്ലാം പേഴ്സണൽ ആയി എടുക്കുക, അതൊക്കെ പ്രശ്നങ്ങളാവും. അപ്പോ ഇമോഷൻസിൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട്. നാലാമത്തെ കാർഡ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് വെക്കണം, കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മനസ്സ് വെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോ ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് പറയാറ്. ഇത് പക്ഷേ നമ്മൾക്ക് മിക്കവർക്കും മനസ്സിലാകാറില്ല. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല, നമ്മളെല്ലാവരും ഒരു ഉറുമ്പിനെ പോലും ഞാൻ ദ്രോഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കണ്ണില് പൊടിയിടാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വെക്കണമെന്ന് പറയുന്നുണ്ട്, കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണണം. പിന്നെ ലാസ്റ്റ് കാർഡ് പറയുന്നത് ഒരു നീണ്ട യാത്രയിലാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. ദുഷ്കരമായ യാത്രയാണ്. നിങ്ങൾക്ക് തന്നെ ഇത് ഇതിന്റെ അവസാനം നല്ലതായിരിക്കുമോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു യാത്രയിലാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ ആ യാത്ര, ജീവിതം തന്നെ ഒരു യാത്രയാണ്. എന്നാലും ഇങ്ങനെ ഒരു യാത്ര ജീവിതത്തിൽ വരുമ്പോ അതിലേക്ക് ഇറങ്ങിത്തിരക്കാൻ മടിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ പോയേ പറ്റുള്ളൂ.
അങ്ങനത്തെ ഒരു ഇത് ഫിസിക്കൽ യാത്രയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ യാത്രയായിരിക്കാം. എന്തായാലും നമ്മൾ നോക്കുകയാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് പെരുമാറുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ എനർജി എന്താണ്? അവരുടെ എനർജി, നിങ്ങളുടെ എനർജി എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങള് കുറെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇനി എനിക്ക് വയ്യ സ്ട്രഗിൾ ചെയ്യാൻ എന്ന ഒരു മൂഡിലാണ് നിങ്ങൾ. ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഇനിയും ഇടി പിടിക്കാൻ ഞാൻ റെഡിയാണ്. എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ഇവിടെ വിട്ടു കൊടുക്കില്ല. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിങ്ങളോട് തോൽക്കണമെന്നും ഇല്ല. അപ്പൊ ഈ വ്യക്തി ഇവിടെ നിന്ന് മുങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്, അതിനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിസിഷൻ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദൂര യാത്രയ്ക്കോ ഒരു ജോലിയിലെ ട്രാൻസ്ഫറിനോ ഒരു വീട് മാറ്റത്തിനോ ഒറ്റ സെപ്പറേഷൻ ആവാനോ ഒക്കെ ഒരു പ്ലാൻ ഉണ്ട്. ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ് സോഡിയാക് സൈൻ കാണിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് മാനസികമായിട്ട് വളരെയധികം അകന്നു കഴിഞ്ഞിരിക്കുന്നു. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഇതൊരു ലവ് മാരേജ് ആയിരുന്നിരിക്കണം, പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് വ്യക്തിയോട് പണ്ടത്തെ സ്നേഹമില്ല. ഈ വ്യക്തിയാണെങ്കിൽ നിങ്ങളോട്, ഈ വ്യക്തിക്ക് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇവിടെ 3 പേരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ വ്യക്തി, ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് കേട്ടോ. അതിലാണ് ഈ വ്യക്തി ചിലപ്പോൾ അവരെ മീറ്റ് ചെയ്യാനായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഇറങ്ങി പുറപ്പെടുവാൻ നോക്കുന്നത്. ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ ഈ വ്യക്തി റെഡിയല്ല, പക്ഷെ വേണ്ടി വന്നാൽ നിങ്ങൾ ഉപേക്ഷിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളും ഈ വ്യക്തിയോട് അത്ര വലിയ ഹാപ്പി ഒന്നും അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ വ്യക്തിയോടുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ? നിങ്ങൾ ഈ റിലേഷൻഷിപ്പില് ഈ വ്യക്തിയോടുള്ള ഫീലിങ്സ് വിട്ട് കളഞ്ഞു, നിങ്ങൾക്ക് പൊരുത്തമില്ലാന്ന് മനസ്സിലായി, നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് അകന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒരു ഫീലിങ്സും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ വ്യക്തി പറയുന്നത് നീ എന്നെ കുറെ ഹേർട്ട് ചെയ്തു, പക്ഷെ ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ കാരണമാണ് ഞാൻ തേർഡ് പാർട്ടി കണക്ഷൻ തുടങ്ങിയത്. അപ്പോ നിന്നോട് എനിക്ക് നല്ല വൈരാഗ്യമുണ്ട് എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. അത് ആ വ്യക്തി എക്സ്ക്യൂസ് പറയുന്നതായിരിക്കും, ഓരോരുത്തരുടെ സ്വഭാവമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളും രണ്ടുപേരും മാനസികമായിട്ട് ഒട്ടും അടുപ്പമില്ല ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളിൽ നിന്ന്, നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഹേർട്ടിൽ നിന്ന് ആ വ്യക്തി റിക്കവർ ചെയ്തു വരുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുമായിട്ട് ഇപ്പോഴും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത്? സ്നേഹമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു ഇവിടെ ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തി മൊത്തത്തിൽ നിങ്ങൾ 2 ഓഫ് കപ്സ് റിവേഴ്സ് ഇവിടെ തുടങ്ങിയേ നിങ്ങൾ പറയാൻ തുടങ്ങി, ഈ വ്യക്തിയുമായിട്ട് എനിക്ക് ഒന്നുമില്ല, ഞാൻ ഈ റിലേഷൻഷിപ്പ് കൈവിട്ട് കളയുകയാണെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്, ഇപ്പോഴും നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വിട്ടുകളയാത്ത എന്താ വെച്ചാൽ നിങ്ങൾ ഭയങ്കര സ്റ്റബേൺ ആണ്. ഞാൻ ഇയാൾക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇവിടെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ ഈ വ്യക്തിക്ക് ഡിവോഴ്സ് കൊടുക്കില്ല. നിങ്ങൾ ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിൽക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. അത് പക്ഷെ ഒരു കാര്യമാണോ? നിങ്ങൾക്കും ഇഷ്ടമില്ല ഈ വ്യക്തിയെ, ഈ വ്യക്തിക്കും ഇഷ്ടമില്ല, പിന്നെ ഇതിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അത് എന്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായം അതല്ല, നിങ്ങളോട് വെറുതെ ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വാശിയിലാണ്, ഞാൻ ഇങ്ങനെയാണ് ഒരു തീരുമാനം, ഇയാളെ ഞാൻ അല്ലെങ്കിൽ ഇവളെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ ഫൈൻ. അല്ല, ചിലരുടെ കാര്യങ്ങളെ ഇവരെന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ നിന്നത്?
ഇവര് ഈ റിലേഷൻഷിപ്പ് ഇന്ന് മാറും നാളെ മാറും, നിങ്ങൾ ഇനിയും സ്വരുമയോടെ ജീവിക്കും എന്നൊരു പ്രതീക്ഷ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഈ വ്യക്തി പറയുന്നത്. അപ്പോ ദൂരെ നിന്ന് കുറെയൊക്കെ ഈ വ്യക്തി പറയുന്ന കാര്യമാണ്, കുറെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഈ റിലേഷൻഷിപ്പ് ഇനിയും ചിലപ്പോൾ ഇതിനൊരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിലോ റിക്കവർ ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നത്. പക്ഷേ ഇപ്പോ ഈ വ്യക്തി പറയുന്നത് ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുകയാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. താൽക്കാലികമായിട്ട് നിങ്ങളോട് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവോ ഈ അടുത്ത് വല്ലതും? അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും തരില്ല എന്ന്, മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു പ്ലാൻ, തൽക്കാലമായിട്ട് നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡിവോഴ്സിന് സമ്മതിക്കും എന്നൊരു വിശ്വാസം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ പോയി താമസിക്കാനായിരിക്കും പ്ലാൻ. ഈ ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റീകൺസൈൽ ചെയ്യുമോ എന്നൊരു ചിന്ത ഈ മനസ്സിൽ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇവിടെ നിന്നതെന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്താണ് നിങ്ങളുടെ അടുത്ത ആക്ഷൻ? നിങ്ങളുടെ അടുത്ത ആക്ഷൻ എന്താണ്? നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആയിട്ടാണ് പെരുമാറുന്നത്. നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ വളരെ ക്രൂവൽ ആയിട്ടാണ് പെരുമാറാൻ പോകുന്നത്. ഈ വ്യക്തി നിങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾ മാറുകയാണ്. അപ്പൊ ഒരു തരത്തിലും നിങ്ങൾ ഈ വ്യക്തിയുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ഈ പ്രശ്നങ്ങൾ മാക്സിമം ഉണ്ടാക്കും എന്നൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിന് അനുവദിക്കാത്ത പല കാര്യങ്ങളും ഈ വ്യക്തിയെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഈ വ്യക്തി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യാൻ പോവാണ്. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ വെറുതെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നുമില്ല. ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് മുങ്ങും എന്നാണ് ഈ വ്യക്തി പറയാൻ. ഇപ്പൊ നിങ്ങൾ അറിയാതെ ഈ വ്യക്തി ഇവിടെ നിന്ന് സ്ഥലം വിടും, അബാൻഡൻ ചെയ്ത് പോകും. ചിലപ്പോൾ ഓഫീസിൽ പോകണമെന്ന പേരിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഓൾറെഡി ചിലപ്പോൾ ബാഗൊക്കെ ഓഫീസിൽ ഉണ്ടാവാം, ആരെങ്കിലും സഹായിക്കുന്നുണ്ടാവും. ഈ വ്യക്തി എന്തായാലും മുങ്ങും, ഇവിടെ നിന്ന് പോയി കളയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഞാൻ ഇങ്ങനെ ഒരു റീഡിംഗ് ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. കുറച്ച് ഈയിടയ്ക്ക് ആയിട്ട് ഞാൻ എടുക്കുന്ന കുറച്ച് റീഡിങ്സ് ഒക്കെ പോസിറ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആരുടെയോ ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ആരുടെയാണെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ഓക്കെ, അപ്പൊ ഇതാണ് ഈ റീഡിങ്. ഈ വ്യക്തി മുങ്ങിക്കളയും കേട്ടോ. നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ഈ വ്യക്തി നമ്മളെ ജീവിതാവസാനം വരെ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ കാലം മാറി. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാലം മാറി, സ്ത്രീകളും പുരുഷന്മാരും ഏകദേശം ഈക്വൽ ആയ പോലെയാണ് ഇപ്പോ. അപ്പൊ എന്ത് പറ്റുന്നത്? രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യില്ല, അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോ എന്ത് പറ്റുന്ന വെച്ചാല് റിലേഷൻഷിപ്പ് എവിടെയെങ്കിലും ഒക്കെ വെച്ച് നിന്നു പോകും. ഒരാളുടെ സ്നേഹം, ഒരാള് മറ്റേയാളെ സ്നേഹിച്ചിരുന്നത് എവിടെയൊക്കെയോ വെച്ച് അത് വിട്ടുപോകും, ആ കണക്ഷൻ വിട്ടുപോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മളുടെ കാലഘട്ടം അതാണ് ഇപ്പോഴത്തെ. അപ്പൊ അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിലും അത് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾ വളരെയധികം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷെ എവിടേക്കോ എന്തോ പ്രശ്നം ഉണ്ടായി, റിലേഷൻഷിപ്പ് ഫോളമായി. ഓക്കെ, ടോറസ്, ലീബ്ര, ക്യാൻസർ, പൈസീസ് ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.